ദളങ്ങളോട് കൂടിയിട്ടുള്ള ആ ഒരു താമരയുടെ മുകളില് രാധയും അതുപോലെ കൃഷ്ണനും രണ്ടാളും ചേർന്നിട്ട് ഒന്നിച്ചങ്ങനെ ഇരിക്കുന്നത് കാണുകയാണ് ദേവന്മാരെ. കുറച്ചു നേരം അവരങ്ങനെ ഭഗവാനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. ആ സമയം കൊണ്ട് സാക്ഷാൽ നാരായണൻ വേഗം ശ്രീകൃഷ്ണനിലേക്ക് അലിഞ്ഞു ചേരുകയാണ്. അതുമാത്രമല്ല, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നരസിംഹമൂർത്തി പ്രത്യക്ഷമാവുകയാണ്. എന്നിട്ട് അദ്ദേഹവും വേഗം ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് അങ്ങനെ ലയിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കാണുന്നത് ദേവന്മാരാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു രഥം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അതിൽ ശ്രീരാമ ഭഗവാനും സീതാദേവിയും ലക്ഷ്മണനും ഭരതനും എല്ലാവരും ആ ഒരു രഥത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് അവരും നേരെ ഭഗവാനിലേക്ക് സാക്ഷാൽ ശ്രീകൃഷ്ണനിലേക്ക് ലയിക്കുകയാണ് കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണൻ എന്താണ് ആദ്യം ബ്രഹ്മദേവൻ എന്താ പറഞ്ഞത്? ഭൂമിദേവിയുടെ സങ്കടങ്ങളെ കുറിച്ചിട്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അരുളി ചെയ്യാണ്, താൻ യദുകുലത്തില് അവതരിക്കും എന്ന് ഭഗവാൻ പറയാണ്. ആരോട്? ഭൂമിദേവിയും അതുപോലെ ബ്രഹ്മദേവനും രണ്ടാളും അവിടെ നിൽക്കുന്നുണ്ട്, ദേവന്മാരും. അങ്ങനെ അവതരിച്ചിട്ട് ഭൂമിയുടെ ഭാരം ഞാൻ തന്നെ കുറച്ചു തരാം എന്ന് വാക്കു കൊടുക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ അവതരിക്കുന്ന സമയത്ത് ദേവന്മാരും എൻ്റെ കൂടെ ഭൂമിയിൽ ജനിക്കണം എന്ന് ഭഗവാൻ അരുളി ചെയ്യണം. സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഗോലോകത്തിൽ ഇരുന്നിട്ട് അരുളി ചെയ്യണം കേട്ടോ. ഭഗവാന്റെ ഈ അരുളപ്പാട് കേട്ടതും രാധാറാണി, ഒപ്പം നിൽക്കുന്ന രാധാറാണി ആകെ സങ്കടത്തിലാവുകയാണ്. എന്താണ്? രാധാദേവിക്ക് എന്നും ഭഗവാനിൽ നിന്ന് വേർപിരിയാൻ സങ്കടമാണല്ലേ. നമ്മൾ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോഴും അവസാന ഘട്ടത്തിൽ രാധാറാണി ആദ്യം പോകുമ്പോൾ ഗോലോകത്തേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോണ്ടേ എന്നുള്ള സങ്കടമാണ് രാധാറാണിക്ക്. അതുപോലെ തന്നെയാണ് ഭഗവാൻ ഭൂമിയിൽ വന്ന് ജനിക്കുമ്പോൾ താൻ ഒറ്റയ്ക്കായി പോവില്ലേ എന്ന സങ്കടം ധാരാളമുള്ള ആളാണ് രാധാറാണി. അതുകൊണ്ട് തന്നെ ഭഗവാന് രാധാറാണിയുടെ ആ ഒരു സങ്കടം അല്ലെങ്കിൽ രാധാദേവിയുടെ സങ്കടം കണ്ടിട്ട് സഹിച്ചില്ല. അപ്പോൾ കൃഷ്ണൻ ചോദിക്കുകയാണ്, എന്തിനാ രാധേ നീ ഇത്രയധികം വിഷമിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയധികം സങ്കടപ്പെടുന്നത് എന്തിനാണ്? എന്നോട് പറഞ്ഞാലും ഞാനതിനൊക്കെ നിവൃത്തി ഉണ്ടാക്കി തരില്ലേ എന്ന് കൃഷ്ണൻ രാധാറാണിയോട് ചോദിക്കുകയാണ്. അപ്പോൾ രാധാറാണി പറയണ, പ്രഭു അങ്ങ് ഈ സിംഹാസനം ഉപേക്ഷിച്ചു പോയാൽ ഞാൻ തികച്ചും ഏകയായി തീരും. അങ്ങ് പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കായില്ലേ. അങ്ങില്ലാത്ത കൊട്ടാരവും സിംഹാസനവും എനിക്ക് ആവശ്യമില്ല എന്ന് പറയാണ് രാധാറാണി വിഷമത്തോട് കൂടിയിട്ട്. അത്ര ഒരു നിമിഷം പോലും കൃഷ്ണനെ ഇല്ലാത്ത ഒരവസ്ഥ രാധാറാണിക്ക് ചിന്തിക്കാൻ വയ്യാത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭഗവാൻ എന്താ പറയുന്നത്? രാധേ, നാം പോകുമ്പോൾ നിന്നെയും കൂടി കൊണ്ടുപോയില്ലേ, അല്ലാണ്ട് നിന്നെ ഇവിടെ ഇട്ടിട്ട് ഞാൻ പോവുമോ എന്ന് രാധാറാണിയോട് ഭഗവാൻ സ്നേഹത്തോടു കൂടി ചോദിക്കുകയാണ്. രാധ പറയാണ്, കൃഷ്ണ, അങ്ങും വൃന്ദാവനവും യമുനാ നദിയും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാവുക? എന്തൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്ന് രാധ പറയണ കേട്ടോ. അത് കേട്ടതോടുകൂടി കൃഷ്ണൻ പറയണ, രാധേ, നിനക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്നതെല്ലാം ഈ ഗോലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഞാൻ എത്തിച്ചു തരാം. നീ ആഗ്രഹിക്കുന്നത് എന്തും ഭൂമിയിലുണ്ടാവും എന്ന് കൃഷ്ണൻ പറയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന യമുനാ നദിയും ഗോവർദ്ധന പർവ്വതവും വൃന്ദാവനവും എല്ലാം ഭൂമിയിലേക്ക് എത്തിയതാണ് ഭഗവാൻ എത്തിയതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞു രാധാറാണീനെ സമാധാനിപ്പിച്ചു. കാരണം കൃഷ്ണൻ എന്നും രാധാറാണീനെ സമാധാനിപ്പിക്കൽ തന്നെയാണ് പ്രധാനം. കാരണം നമുക്കറിയാം, രാധതൻ പ്രേമത്തിനാണോ കൃഷ്ണ അതോ ഞാൻ പാടും ഗീതത്തിനാണോ അദ്ദേഹം ഇഷ്ടമെന്നൊരു കഥ അല്ലെങ്കിൽ ഒരു പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കൃഷ്ണൻ രാധാറാണിയുടെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവരുടെ കാര്യവും ഭഗവാനുള്ളൂ. അങ്ങനെ ഭഗവാൻ പറയാണ്, ബ്രഹ്മദേവനോടായിട്ട് പറയാണ്, എന്താണ്? വാസുദേവന്റെയും ദേവകിയുടെയും പുത്രനായിട്ട് ഞാൻ ജനിക്കും. ഭൂമിയിൽ ജനിക്കും. എൻ്റെ തന്നെ അംശമായിട്ടുള്ള ശേഷനാഗം, നമുക്കറിയാം ഭഗവാന്റെ അംശം തന്നെയാണ് ശേഷനാഗം. അത് രോഹിണിയുടെ പുത്രൻ അഥവാ എൻ്റെ ജ്യേഷ്ഠനായിട്ട് അദ്ദേഹവും എൻ്റെ കൂടെ ഭൂമിയിൽ
ഉണ്ടാവും എന്ന് കൃഷ്ണൻ പറയാണ്. ഈ സമയത്ത് ലക്ഷ്മി ദേവിനെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല അല്ലേ ഭഗവാന്. അതുകൊണ്ട് ലക്ഷ്മി ദേവി ഭീഷ്മകന്റെ പുത്രിയായിട്ട് രുക്മിണി എന്ന പേരിൽ അവിടെ ജനിക്കും, ഭൂമിയിൽ എൻ്റെ കൂടെ തന്നെ ജനിക്കും എന്ന് കൃഷ്ണൻ പറയണം കേട്ടോ. അതുമാത്രമല്ല, ഇനി ഭഗവാന്റെ ഓരോരോ പത്നിമാരും ആരൊക്കെ ആയിട്ടാണ് ജനിക്കുന്നത് അല്ലെങ്കിൽ ആരായിരുന്നു എന്നുള്ള കാര്യമാണ് ഭഗവാൻ അടുത്ത ഭാഗത്തിൽ പറയുന്നത്. പാർവതി ജാമ്പവതി എന്ന പേരിൽ, അപ്പം ഭഗവാന് ജാമ്പവതി എന്ന് പറഞ്ഞിട്ടുള്ള പത്നിയുണ്ട്. അപ്പോൾ മുൻജന്മത്തില് പാർവതിയാണ് ജാമ്പവതി ആയിട്ട് ജനിക്കുന്നത് എന്നാണ്. തുളസി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ത്രീയാണ് സത്യ എന്ന പേരിൽ കൃഷ്ണന്റെ ഭാര്യയായിട്ട് ഉണ്ടാവുന്നത്. അതുമാത്രോ ഭൂമിദേവി ഭഗവാന്റെ സത്യഭാമ എന്ന് പറഞ്ഞ പത്നിയാണ് അത്രേ. ആ സത്യഭാമ എന്ന പേരിലത്രേ ഭൂമിദേവി ജനിച്ചത്. അതുമാത്രമല്ല, യജ്ഞനാരായണന്റെ പത്നിയായിട്ടുള്ള ദക്ഷിണ എന്ന പേരിൽ, യജ്ഞനാരായണന്റെ പത്നി അവള് ദക്ഷിണ എന്ന പേരിലും, വിരജാദേവി എന്ന് പറഞ്ഞിട്ടുള്ള അവള് കാളിന്തി എന്ന പേരിലും, ലജ്ജാദേവി എന്ന് പറഞ്ഞിട്ടുള്ള അവള് ഭദ്ര എന്ന പേരിലും ഭൂമിയിൽ ജനിക്കും എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പൊ ഇവരൊക്കെ ആരാന്ന് നമുക്കറിയാം. രുക്മിണിയും സത്യഭാമയും അതുപോലെ കാളിന്തിയും ഒക്കെ നമ്മൾ കേട്ടതാണ്, ഭദ്ര ഒക്കെ നമ്മൾ കേട്ടതാണ്. അവരൊക്കെയാണ് കൃഷ്ണന്റെ 8 പത്നിമാര് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവരുടെ മുൻജന്മം എന്താണ് അല്ലെങ്കിൽ അവര് മുന്നേ ആരായിരുന്നു എന്നതാണ് ഭഗവാൻ ഇതിൽ പറയുന്നത് കേട്ടോ. അങ്ങനെ കാമദേവൻ രുക്മിണിയുടെ പുത്രനായിട്ട്, അപ്പം ഭഗവാന്റെ കൂടെ മറ്റ് ദേവന്മാരും ഭൂമിയിൽ വരും എന്നാണല്ലോ ഭഗവാൻ പറഞ്ഞത്. അപ്പൊ ആ ഭാഗമാണ് അടുത്തത് പറയുന്നത്. ആരാണ് കാമദേവന്റെ അംശമായിട്ടുള്ള കുട്ടി രുക്മിണിയുടെ ഗർഭത്തില് പ്രദ്യുമ്നൻ എന്ന പേരിൽ ജനിക്കും. അതായത് കാമദേവൻ പ്രദ്യുമ്നനായിട്ട് ജനിക്കും. ബ്രഹ്മാവിന്റെ അംശമുള്ള പ്രദ്യുമ്നൻ ഈ രുക്മിണിയുടെ പുത്രനായിട്ടും അല്ലെങ്കിൽ രുക്മിണിയുടെ അല്ല പ്രദ്യുമ്നന്റെ പുത്രനായിട്ട് വീണ്ടും ജനിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ്? ആദ്യം കാമദേവന്റെ ആ അംശമായിട്ടുള്ള പ്രദ്യുമ്നൻ ജനിക്കുന്നു. പ്രദ്യുമ്നന് ഉണ്ടാകുന്ന ഒരു കുട്ടി അനിരുദ്ധനാണ് ആരായിട്ട് ജനിക്കുക? ബ്രഹ്മാവായിട്ട്. അതായത് പ്രദ്യുമ്നന്റെ മകനാണ് അനിരുദ്ധൻ ആരുടെ അംശമാണ്? ബ്രഹ്മാവിന്റെ അംശമാണ്. അപ്പോൾ രുക്മിണിയുടെ മകനായിട്ട് കാമദേവൻ ജനിക്കുന്നു, കാമദേവന്റെ മകനായിട്ട് ബ്രഹ്മദേവന്റെ അംശം ജനിക്കുന്നു എന്നതാണ് ഇതിൽ പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് തോന്നിച്ചാൽ അതാണ് ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞത് കേട്ടോ. അങ്ങനെ വൃന്ദാവനത്തില് നന്ദഗോപര് ആരാണ്? ദ്രോണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അത്രേ നന്ദഗോപരായിട്ട് വൃന്ദാവനത്തിൽ ജനിക്കുന്നത്. അതുമാത്രോ പത്നി ദ്രോണപത്നിയായിട്ടുള്ള ധരാദേവിയാണ് യശോദ. അപ്പൊ ദ്രോണൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം നന്ദഗോപനായിട്ടും അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള ധരാദേവി യശോദയായിട്ടും ജനിക്കും എന്നാണ് കൃഷ്ണൻ പറയുന്നത് കേട്ടോ. അത് മാത്രമല്ല, സുചന്ദ്രനും ഭാര്യ കലാവതിയും വൃഷഭാനുവും കീർത്തിയും ആയി ജനിക്കും. അപ്പൊ എന്താണ്? സുചേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഭാര്യ കലാവതി, വൃഷഭാനു, അതായത് സുചേന്ദ്രൻ എന്ന് പറഞ്ഞ ആള് വൃഷഭാനുവും ഭാര്യ കലാവതി എന്ന് പറഞ്ഞുള്ള സ്ത്രീ കീർത്തിയും ആയി ജനിക്കും. അതാ രാധാറാണിയുടെ അച്ഛനും അമ്മയുടെയും കാര്യമാണ്. രാജാറാണിയുടെ അച്ഛൻ ആരാണ്? ശരിക്കും വൃഷഭാനുവാണ്. അദ്ദേഹത്തിന്റെ പത്നി ആരാണ്? കീർത്തി ആണ് എന്നാ പറയുന്നത്. അപ്പൊ അവർ രണ്ടാളും ഇതേ സമയം തന്നെ ഭൂമിയിൽ ജനിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അവരുടെ മകളായിട്ട് രാധ എന്ന പേരിൽ തന്നെ രാധാറാണി ഭൂമിയിലേക്ക് വരും എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മള് എങ്ങനെയാണ് ഭഗവാന്റെ ജനനം അല്ലെങ്കിൽ ഭഗവാന്റെ കൂടെ ആരൊക്കെയാണ് ദേവന്മാര് ഭൂമിയിൽ ജനിക്കുക, രാധാറാണി ആരുടെ മകളായിട്ടാണ് ജനിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഭഗവാൻ ദേവന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ.